ജൂലൈ 14 കളമശ്ശേരിയിൽ DYFIയുടെ പൊതിച്ചോറ് വിതരണത്തിനായിട്ട് നമ്മൾ തയ്യാറാക്കിയ വിഭവങ്ങളാണ് മുട്ട പൊരിച്ചത്, മീൻ വറുത്തത്, ചമ്മന്തിപ്പൊടി, കാളൻ, ചെമ്മീൻ ചമ്മന്തി, അച്ചാറ്, തോരൻ. പനിയും മറ്റു പ്രശ്നങ്ങളും കാരണം എല്ലാവർക്കും പനിയായിരുന്നു. അതുകൊണ്ട് കൂടുതൽ വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ സദ്യയല്ലല്ലോ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഞായറാഴ്ച ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിൽ കൂടുതൽ സഹകരിക്കാൻ പറ്റി. ഇനിയുള്ള കാലങ്ങളിൽ കൂടുതൽ പൊതി കൊടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ സംഭവം, ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ കരുതലുള്ള ഈ ഭക്ഷണപ്പൊതി വിതരണം നല്ല വിജയത്തിലേക്ക് എത്തട്ടെ. കൂടുതൽ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പ് ആൾക്കാർക്കും ഇത് വളരെ ഉപകാരപ്രദമാകുമെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളിലും, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജുകളിലൊക്കെ എനിക്ക് അനവധി അവസ്ഥയിൽ പോകേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ പൊതിച്ചോറ് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ 2-3 പേരൊക്കെ കൂട്ടിരിക്കുമ്പോൾ പോയി ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ 10-500 രൂപ കൂടുതലാകും. ആശുപത്രി ചെലവും ഭക്ഷണ ചെലവോടെ കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ദുരിതത്തിൽ കഴിയുന്ന അവസ്ഥയിൽ ഇത് വളരെ അനുഗ്രഹപ്രദമാവാറുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ കരുതലുള്ള ഈ പൊതിച്ചോറ് വിതരണം എന്നാളും നിലനിൽക്കട്ടെ. ഇതെല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ.